അതിനിടയിൽ ആ ജനപ്രിയ സസ്പെൻസ് ത്രില്ലർ വളവുകളിൽ നിന്ന് തിരിവുകളിലേക്ക് മുന്നേറുകയാണ് കേട്ടോ. കഥ ഇനിയും പൂർണ്ണമായി അങ്ങ് പിടികിട്ടിയിട്ടില്ല. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന ലജ്ജാകരമായ ഒന്നാണ്. തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഗൂഢാലോചനയില്ല എന്ന് സൂചിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5 വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത് തികച്ചും ലജ്ജാകരമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രിയും ഒരു കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതികളെക്ക് സഹായകമാകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും ചെയ്യാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. ഈ സിനിമയിൽ ഏതു നേരമാണ് ജനപ്രിയ നായകന്മാർ വില്ലന്മാരായി വരുന്നത് എന്ന് പറയാനാകില്ല. അല്ലെങ്കിൽ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. The investigation goes on adding into evidence. So, an arrest is a process of investigation. കേട്ടോ, ഞാൻ പോയി കണ്ടത് ഒളിച്ചോ പാത്തോ അല്ലെങ്കിൽ രഹസ്യമായോ വേറെ ഒന്നും ഇതായിട്ടല്ല കണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ദിലീപുമായിട്ട് ഒരു പണമിടപാടോ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടോ എനിക്കില്ല, 100% ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഒരു ബന്ധം ഇല്ല. പറയുന്ന ആളെ കാണിക്കട്ടെന്ന്, ഒരു ബന്ധമില്ല. ഒരാളെ ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ് എനിക്കില്ല ദിലീപായിട്ട്. നോ, ദിലീപ് ഞാൻ പറഞ്ഞില്ല, ദിലീപ് എൻ്റെ സുഹൃത്താണ്. പലപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മിസ്ഡ് കോൾ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അതൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ദിലീപിനറിയാം എനിക്ക് സഹായിക്കാൻ പറ്റുന്ന പരിമിതി ദിലീപിനറിയാം. സ്വാഭാവികമായിട്ടും ഞാൻ അറിയാലോ ഇപ്പോഴത്തെ സംവിധാനങ്ങളും കാര്യങ്ങളും എനിക്ക് സഹായിക്കും, ഞാനത് അറിയാം. പക്ഷെ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലേ, ഇപ്പം അവിടെയുള്ള പോലീസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാനറിയാം, ആരൊക്കെ ആയിട്ട് ഞാൻ എത്രയൊക്കെ ബന്ധമുണ്ടെന്നോ ഞാനായിട്ടുള്ള ബന്ധമൊക്കെ എന്താണെന്ന് അറിയാം. അപ്പം അതിനകത്തൊന്നും എനിക്ക് സഹായിക്കാൻ പറ്റില്ല. Only when I charge sheet that will be, you say, whatever now on the basis of evidence, whatever ഞങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ടു ഫോർദർ ദ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ല. ദിലീപ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എൻ്റെ അടുത്ത് പലതവണ ഞാൻ ചോദിച്ചു ദിലീപിൻ്റെ അടുത്ത് എന്താണ് ഇതിനകത്ത് ഓരോ വിഷയങ്ങൾ ഇപ്പം ഓരോ തെളിവുകളിൽ ചാനലുകളിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താണ് ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ, ഒരു മറ്റേ സെൽഫി എടുത്ത പടം അത് ഓരോന്ന് വരുമ്പോൾ ഞാൻ ചോദിക്കും, ദിലീപ് ഇതാണല്ലോ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ അതല്ല ഭായി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും അതിനകത്ത് ക്ലാരിഫൈ ചെയ്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് ഓൾസോ ഓഫ് കളക്ടിങ് എവിഡൻസ് ഓൾസോ. നിങ്ങളെന്ത് മനസ്സിലാക്കണം. അല്ല, ഞാൻ പറയാം, ആ ദിവസം ദിലീപ് ഇപ്പം നമ്മൾ നടന്ന് പിറ്റേ ദിവസം ഉണ്ടല്ലോ, രാവിലെയല്ല നമ്മളൊക്കെ ഇത് അറിയണത്. നോ, വെളുപ്പിനുള്ള സമയമല്ല, ആ സമയത്ത് രാത്രിയുള്ള സമയത്ത് വെളുപ്പിന് ഞാൻ 2-3 ദിവസമായിട്ട് ദിലീപിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടിയത് വേറെ, ഞാനൊരു റയാൻ സ്കൂൾ ഗൾഫിലുള്ള റയാൻ സ്കൂള്, ആ റയാൻ സ്കൂളിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യണം, അപ്പോൾ ദിലീപിനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ 2-3 ദിവസം ദിലീപിനെ കിട്ടിയതിൽ ഫോൺ ഓഫാണ് വിളിച്ചിട്ടുണ്ടായത്. എന്നിട്ട് അന്ന് രാവിലെ ഒരു 10 എത്ര സമയത്ത് എനിക്ക് വിളിച്ച് കിട്ടിയവർക്കുള്ള കിട്ടി. ഞാൻ ദിലീപ് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ട്, അപ്പോൾ ഒന്ന് പോകുകയാണെങ്കിൽ നല്ലതാണ്, അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ് അപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച് ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ വാർത്ത വരുന്നുണ്ടല്ലോ, ഇവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ കണ്ടിരുന്നു വാർത്ത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ ഡേറ്റ് നോക്കിയിട്ട്, അപ്പോൾ ഞാൻ ശരി ഞാൻ വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഫോണും വെച്ച് ഇത് ഇത്രേ ഉള്ളൂ. Some evidence is required. That is there with us. ഞാൻ വിളിച്ചു എന്നുള്ള ശരി, അന്ന് വിളിച്ചിട്ടുണ്ട്, ശരിയാണ്. പിന്നെ തിരിച്ചു അങ്ങനെ ഞാൻ എന്നിട്ട് അവരെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചോന്ന് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പത്രമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ ചില സമയത്ത് ചോദിക്കാറുണ്ട്, ദിലീപിന് വേണമെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാം. എന്നെ പല ഇരിക്കുന്ന ചാനൽസിൽ പല ആൾക്കാർ ആരുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്നെ വിളിച്ചവരൊക്കെ അറിയാം. അപ്പം അപ്പോഴും ഞാൻ ദിലീപിനെ വിളിക്കും. ദിലീപിന് പറയാണ്ട് അവർ പറയാണ്ട് പേഴ്സണലായിട്ട് കൊടുക്കാമെന്നുണ്ട്, ദിലീപിൻ്റെ വർഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ. ഇതൊക്കെ വിളിക്കുമ്പോൾ ദിലീപിനെ വിളിക്കാമേ സ്വാഭാവികമായിട്ടും. വേണ്ട, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞു ദിലീപ് എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവിടെ എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇല്ലി നട്ട് CPM-ൻ്റെ ദിലീപ് അവിടെ നിന്നില്ലേ, അന്ന് ദിലീപ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഭായി വരുന്നില്ലേ. ഞാൻ പറഞ്ഞ അത് CPM-ൻ്റെ പരിപാടികൾ, ഞാൻ വല്ല CPM. അപ്പോൾ ആലുവയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലി നടന്ന പരിപാടിൻ്റെ ഭായി വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അവിടെ ഇങ്ങനെ CPM-ൻ്റെ പരിപാടിയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു എല്ലാവരും ഇപ്പം എൻ്റെ പരിപാടികൾക്ക് വരാറുണ്ട് ദിലീപ്, എൻ്റെ ഫംഗ്ഷൻസ് വരാറുണ്ട്, എല്ലാവരും ഫംഗ്ഷൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ദിലീപൻ ഞാനുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇത്. അപ്പം ഞാൻ ചോദിക്കണം, നിങ്ങളായിരുന്നു നിങ്ങളുടെ സുഹൃത്തിൻ്റെ ആപത്തോ പ്രശ്നം? ആള് പ്രതിയായിട്ടില്ല. ചർച്ചകൾ പല സംസാരങ്ങളിൽ അദ്ദേഹം ഒരു സുഹൃത്ത് എന്നല്ല എൻ്റെ അടുത്ത് വളരെ ഇതായിട്ട് പറയുന്നു, ഞാൻ അതിനകത്ത് പ്രതിയല്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ സ്വഭാവം എൻ്റെ സുഹൃത്ത്, ഞാൻ പറയാം എൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ പോയി കണ്ടു. ഞാൻ പറയാം ഇതൊന്നും ഒളിച്ച്, ഞാൻ പറയാം ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എൻ്റെ മൊബൈലിൽ നിന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാൻ പാടില്ലേ ഇത് പോലീസിനെ? ഞാൻ ചെന്ന പോലീസിനെ എന്നെ ആദ്യമേ വിളിക്കാറില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകളിൽ വിളിച്ചു കൊടുക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ പോലീസിന് എന്നെ വിളിക്കാറുണ്ട്? പോലീസിന് ഒരു കുഴപ്പമില്ല. ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് ലൈക്ക് അപ്പോൾ ഞങ്ങൾ വി വിൽ ക്വസ്റ്റ്യൻ മിസ്റ്റർ ദിലീപ്, then we will get some more evidence. You never know. Nobody has seen the future. So let us actually decide, think what really is happening. I don't put a line in any investigation. Investigation is continuous. It's like a river. It flows. ലാസ്റ്റ് ഞാൻ ഇപ്പം ഞാൻ വിദേശത്തേക്ക് പോണേക്കാകുമ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ദിലീപ് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ആ ശിവക്ഷേത്രം ചൂണ്ടിക്കാണിച്ചിട്ട് തേവരാണ് സത്യം, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. No comments. കമന്റ് പറയാൻ ധൈര്യമില്ലാത്തതിനാൽ ഇടവേളയിലേക്ക് കടക്കുകയാണ്.